ഓക്കെ, ഇന്ന് കുറച്ച് സ്റ്റോക്ക് ഷോർട്ട് ടൈം എൻട്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ ഒരാഴ്ചയിലോട്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോട്ട് എൻട്രി ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി പോകാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, ഫസ്റ്റ് വണ് ഇതാണ്. ഇതിൻ്റെ പേര് പറയുന്നത് അമരരാജ എനർജി അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് എൻട്രി പോകാൻ റീസൺ ഇത് നമുക്ക് അറിയാം, നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം 2015 മുതൽ ഈ ഒരു ഇതിൻ്റെ അകത്താണ് കിടന്ന് കളിക്കുന്നത്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്ത് അവിടുന്ന് സസ്റ്റെയിൻ ചെയ്യാണ്ട് ഇറങ്ങി വീണ്ടും ആ ലെവലിലോട്ട് കയറി. പിന്നെ നല്ലൊരു ഫാള് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇവിടുന്ന് കൺസൾട്ടേഷൻ ആയിരുന്നു. വീണ്ടും കയറാൻ നോക്കി, ഈ ലെവൽ വീണ്ടും അവിടെ നിന്ന് ചെയ്തു ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇതിന് ബ്രേക്കൗട്ട്, ഈ ലെവലിൽ നല്ലൊരു ബ്രേക്കൗട്ട് വിത്ത് നല്ലൊരു വോളിയത്തോടെ കൂടെ ഒരു ബ്രേക്കൗട്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി അറിയാൻ പറ്റും. നല്ലൊരു ബ്രേക്കൗട്ടും നല്ലൊരു വോളിയം ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിലാണ് ഞാൻ എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ഈ കാണുന്ന മാർക്ക് ചെയ്തിട്ടുള്ള 1124 സെക്കൻഡ് ട്രയൽ എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 1077. ഈ രണ്ട് ലെവലാണ് ഞാൻ എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഓൾമോസ്റ്റ്, അതായത് സ്റ്റോപ്പ് ലോസിന് ഓൾമോസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയൽ എൻട്രി നോക്കുകയാണെങ്കിൽ 6%, അതുപോലെ തന്നെ മെയിൻ എൻട്രി നോക്കുകയാണെങ്കിൽ 10%. ഈ ലെവലിലാണ് ഞാൻ ഒന്നും കൂടെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന ലെവലിൽ ഹോൾഡ് ചെയ്താണ്. ഇതെന്തായാലും ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഇതെടുക്കാനുള്ള പ്രൈസ് ഉണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും ഇത് എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് സ്വിങ്ങിലോ ഒന്നെങ്കിൽ ഈ ഒരു സ്വിങ്ങിലോ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. ഇത് ഏകദേശം 32% വരും. ഈ 32% തന്നെ കിട്ടിയാലേ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല. കാരണം മാർക്കറ്റിന് സിറ്റുവേഷൻ നമുക്കറിയാം, വോൾട്ടൈലാണ് താഴോട്ട് പോകുന്നത്. നല്ല വോൾട്ടൈൽ മാർക്കറ്റാണ്. ഒരൊറ്റ ഡയറക്ഷൻ അല്ല. നിഫ്റ്റി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 2-3% താഴോട്ട് ഇറങ്ങി. ഇപ്പം വീണ്ടും റിക്കവർ ചെയ്ത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് വാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന അപ്പുറമായിരിക്കും. അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനോട് നോക്കിയിട്ട് മേ ബി ഇവിടുന്ന് നല്ലൊരു മൂവ് എനിക്കൊരു 10-15% കിട്ടുന്ന സമയത്ത് ഞാൻ പാർഷ്യലി ബുക്ക് ചെയ്യും. പാർഷ്യലി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ടാർഗറ്റിൻ്റെ ഒരു 50% ഞാൻ എന്ത് ചെയ്യും, ബുക്ക് ചെയ്യും. അതുപോലെ എൻ്റെ ടാർഗറ്റ് വരുന്നത് 32%. ഓക്കെ, ഈ ലെവൽ പാർഷ്യലി ഞാൻ എന്ത് ചെയ്യും, ടാർഗറ്റ് ബുക്ക് ചെയ്യും. ഏകദേശം ഈ റേഞ്ചിൽ പാർഷ്യലി ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യും. അത് പാർഷ്യലി എന്ന് പറയുമ്പോൾ എൻ്റെ ക്വാണ്ടിറ്റിന്ന് ഒരു 50%, 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 50 ക്വാണ്ടിറ്റി ഞാൻ ബുക്ക് ചെയ്തിട്ട് ബാക്കി റൺ ചെയ്യുള്ളൂ. ബാക്കി ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. നല്ലൊരു മൂവ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തെങ്കിലും ട്രയൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് കയറുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കും. ബാക്കി ഇത് ഇപ്പോൾ ഇത്ര കയറി കഴിഞ്ഞാൽ ഏകദേശം ഈ സ്റ്റോപ്പ് ലോസ് വെക്കും. ഇവിടുന്ന് ഒരു 1 hour ക്യാൻഡിൽ വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് മാറും, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറും. ഓക്കെ, അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഇൻഡസ്ട്രീസ് ആണ്. ഞാൻ കുറേ മുമ്പ് ഞാൻ അതിൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ. ഒരു കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇത് സ്മോൾ ക്യാപ്പാണ്, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. ഓക്കെ, ഡൗൺ ട്രെൻഡ് വരുന്നത് ഇവിടുന്ന് കൺസൾട്ടേഷൻ വന്ന് വീണ്ടും കൊണ്ട് അതിൽ ഹിറ്റ് ചെയ്ത് വീണ്ടും ഇറങ്ങി വീണ്ടും കയറി ഒരു കൺസൾട്ടേഷൻ ലെവൽ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നല്ലൊരു വോളിയത്തോട് കൂടെ നല്ലൊരു ബ്രേക്കൗട്ട് ഇവിടെ കണ്ടപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് നല്ല വോളിയത്തോടുകൂടി ബ്രേക്കൗട്ട് കണ്ട സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ആയതുകൊണ്ട് ഇവിടുന്ന് എനിക്ക് എൻട്രി കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ ഞാനത് ഹോൾഡ് ചെയ്തതാണ്. ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഇതാണ്. ഞാനിത് വീണ്ടും അതൊരു അപ്ഡേറ്റ് ചെയ്ത് എൻട്രി ലെവലാക്കി മാറ്റി. ഓക്കെ, പിന്നെ അത് നല്ലൊരു ഫാൾ, അതായത് മാർക്കറ്റിൻ്റെ ഒരു വോൾട്ടാലിറ്റി മൂലം നല്ലൊരു ഫാൾ കണ്ട സമയത്ത് ഞാനത് വാച്ച് ലിസ്റ്റിൽ വീണ്ടും കീപ്പ് ചെയ്തതാണ്. ഓക്കെ, ട്രയൽ എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഈ ലെവലാണ്. ഓൾമോസ്റ്റ് 281 ഈ ലെവലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് കയറുന്നുള്ളൊരിത്, അല്ലെങ്കിൽ ഇവിടുന്ന് പിക്ക് ചെയ്ത് ഒന്ന് കൺസൾട്ടേഷൻ കളിച്ചിട്ട് കയറുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ അവിടുന്ന് എൻട്രി എടുക്കാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും അപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ട്രയൽ എൻട്രി ചെയ്യുന്ന ഇതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു മൂവ് ഉണ്ടായത്, ബ്രേക്കൗട്ട് മൂവ് ഉണ്ടായതിൻ്റെ ഒരു സ്വിങ്ങിലോ, അതായത് ഓൾമോസ്റ്റ് 8%. അതുപോലെ തന്നെ ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്വിങ്ങിലോന്ന് ഈ ഒരു സ്വിങ്ങിലോന്ന് ഇപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ, ഇതാണ് ഞാൻ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇതിൽ ഓൾമോസ്റ്റ് 10% ഇവിടെ നോക്കിയാറായിട്ടും നിയർ 10-12% ഉണ്ടായിരിക്കും. ഇവിടുന്ന് 10-16% ഞാൻ ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പാർഷ്യലി ഓക്കെ, മാർക്കറ്റ് ഫേവറബിൾ ആണ് ഓക്കെ എന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിൽ ഞാൻ ഇവിടെ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ ഹോൾഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോപ്പ് ലോസ് ഇതല്ല. ഓക്കെ, താഴെ കാണുന്നതാണ് എൻ്റെ ആക്യുറേറ്റ് സ്റ്റോപ്പ് ലോസ്. ഇതിൽ എൻട്രി പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡേ ക്യാൻഡിൽ അല്ലെങ്കിൽ 1 hour ക്യാൻഡിലാണ് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനും മാർക്കറ്റിൻ്റെ അപ്പോഴത്തെ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയിട്ടാണ് നമ്മളതിൽ ഈ എക്സിറ്റ് ആയാലും എൻട്രി ആയാലും
നമ്മൾ ഡിസൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടാർഗറ്റ് ആയാലും സ്റ്റോപ്പ് ലോസ് ആയാലും സ്ട്രിക്ട്ലി അത് കീപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് വൺ അടുത്തൊരു സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ഇത് ഞാൻ മുന്നേ ഹോൾഡ് ചെയ്തിട്ട് മുന്നേ കീപ്പ് ചെയ്തതിന് ഓൾമോസ്റ്റ് നല്ലൊരു ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഓൾമോസ്റ്റ് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഈ ഒരു ഇതിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 24% ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കാണ്. ഓക്കെ, അതിൽ വീണ്ടും ഒരു എൻട്രി കുഴപ്പമില്ലാത്ത സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി ചെക്ക് ചെയ്ത സമയത്ത് നല്ലൊരു സ്റ്റോക്കാണെന്ന് തോന്നിയോണ്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് MC മിഡ് ക്യാപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് കണ്ടപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ഫോം ആവുന്നുണ്ട്. കണ്ടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ കയറി. ഓക്കെ, ഇറങ്ങിയിട്ട് വീണ്ടും സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് ചെയ്തൊരു കയറാണ്. ഓക്കെ, ശരിക്കും ഇത് ഇതിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുക, ഈ ലെവലിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ എൻട്രി പോകാവുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഈ വച്ച ലെവൽസ് ഒന്നും കറക്റ്റല്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ കാണുന്ന ലെവലിലാണ് എൻട്രി. ഈ കാണുന്ന ലെവലിലാണ് എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നല്ലൊരു ഒരു റീടെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെവലിലായാലും ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽസ് ഇതിനകത്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്രിയേറ്റ് മറ്റെല്ലാം നോക്കിയപ്പോൾ തന്നെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്വിങ് ലോങ്. ഓക്കെ, ഈ ലെവൽ ഇവിടുന്ന് എൻട്രി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഇത്ര ഒരു 21% ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ ലെവലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി മുന്നേ പോയിട്ട് അതായത് ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്യാണ്ട് ഒരു ഫാളോ എന്നുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് പാർഷ്യലി ഞാൻ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ പാർഷ്യലി ബുക്ക് ചെയ്തിട്ട് ബാക്കിയായിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ ഒരു സിംഗിളോ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് എത്ര വരും, ഒരു 15% സ്റ്റോപ്പ് ലോസ് വരും. വേണ്ടവർക്ക് ഈ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിൽ വെക്കുക, അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സിംഗിൾ ലോയിൽ കീപ്പ് ചെയ്യുക. കാരണം ഇതിൽ വെക്കാത്ത റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇത് ഒന്ന് ഡൗൺ തന്നിട്ട്, കാരണം ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പുൾ ബാക്ക് തന്നിട്ടായിരിക്കും കയറുക. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇറക്കി വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടാർഗറ്റും 21% കീപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി അതിൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ് എങ്ങനെയാണോ അതുപോലെയാണ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു സ്റ്റോക്കാണ് മദർ ആൻഡ് സൺ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ മാർക്ക് ചെയ്ത ലെവൽസാണ്. എൻട്രി പോകാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് 2017 റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയയാണ്. 2017 ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സെയിം റെസിസ്റ്റൻസ് നമുക്ക് 2021 ആൻഡ് 2022 റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് നല്ലൊരു ഇവിടെ കുഴപ്പമില്ലാത്തൊരു വോളിയം പാർട്ടിസിപ്പേഷൻ കാണുന്നുണ്ട്. കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഫണ്ടമെൻ്റലി സ്റ്റോക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബ്രേക്കൗട്ട് റീടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് സ്റ്റോക്ക് കയറിയിട്ട് വീണ്ടും റീടെസ്റ്റ്, ഒന്നെങ്കിൽ ഈ ഒരു ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ റീടെസ്റ്റ് കിട്ടുന്ന സമയത്ത് എൻട്രി പോയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ തന്നെ മാർക്കറ്റ് ലെവലാണ് നിയർ 6 to 7% ആണ് സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് നേരത്തെ മാർക്കറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തുള്ള സ്വിങ് ലോൺ അവിടുന്ന് കറണ്ട് മാർക്ക് നിൽക്കുന്ന ഏരിയ ഓൾമോസ്റ്റ് 13% ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റോക്കാണ് ഞാൻ വരും ദിവസങ്ങളിൽ സ്ട്രിക്ട്ലി കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതുപോലെ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കൊന്നും എന്താ പറയുക, ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു യുക്തിക്ക് ഞാൻ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്, അതുപോലെ തന്നെ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എൻട്രി പോകണമെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ലെവൽസാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പോകാനുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽസും ഞാൻ ഈ ട്രേഡ് സെലക്ട് ചെയ്യാനുള്ള റീസണും അതാണ് ഞാനിതിൽ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം എൻട്രി പോവുക. മസ്റ്റായിട്ടും നമ്മൾ എത്രത്തോളം ടാർഗറ്റിന് നമ്മളിത് ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് മാത്രമല്ല താഴോട്ടും വരും, ആ ഒരു ബോധ്യം നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിൾ വാല്യൂ നമ്മൾ സ്റ്റോപ്പ് ലോസിന് കൊടുക്കണം. എങ്കിലും നമുക്ക് ഇതിന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതിപ്പോൾ സ്വിംഗ് ട്രേഡ് ആയാലും ശരി, ഓപ്ഷൻ ആയാലും ശരി, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഏത് സെക്ടറിൽ നമ്മൾ ട്രേഡ് എടുക്കാനും ശരി, നമുക്ക് പക്ക സ്ട്രാറ്റജി വേണം. അത് നമ്മുടെ ഓൺ സ്ട്രാറ്റജി ആയിരിക്കണം. മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത് പഠിപ്പിച്ചെന്നുള്ളതായിരിക്കും. നമ്മുടെ ഇതിൽ ക്യാഷ് ഇട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമുക്ക് ഫേവർ ആയിട്ടുള്ള ഒരു എന്താ ആവണം ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. താങ്ക് യു.